Dhabi, and if you can see that it is Sheikh Zayed Heritage Village. Now we are going to go there. ഹെറിറ്റേജ് വില്ലേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാർക്കിൽ കുറച്ച് ദൂരമായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി പോകാനുണ്ട് മുന്നോട്ട്. ഇവിടെ ഇപ്പോൾ നാഷണൽ ഡേ കഴിഞ്ഞതിൻ്റെ എല്ലായിടത്തും നന്നായിട്ട് കൊടികളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ ഉണ്ട്. ഹെറിറ്റേജ് വില്ലയിലോട്ട് വിസിറ്റ് ചെയ്യണത്. അപ്പം ഫീസ് ഉണ്ട്. അപ്പോൾ 5 ദിർഹംസാണ് ഇവിടെ. അപ്പോൾ അത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. Now we have finished security checking. Now we are going to enter the heritage. നമ്മളിവിടെ എൻട്രൻസിൽ തന്നെയാണ്. കാരണം അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. പല ടൈപ്പിലുള്ള കളറുകളിലുള്ള ബൾബുകൾ ഇട്ടിട്ടാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. അറ്റം അവർ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ പകുതിയായി. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കയറുവാണ്. അപ്പം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ കയറിയപ്പോഴത്തേക്ക് അവരുടെ പുരാതനമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പിന്നെ അവരുടെ ഡ്രസ്സുകളും പെർഫ്യൂംസ് അങ്ങനെയുള്ള അതേപോലെ സ്പൈസസ് അതൊക്കെ എല്ലാ ഐറ്റംസും ഇങ്ങനെ ഓരോ ഇതായിട്ട് ഷോപ്പായിട്ട് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ അറബിക് കോഫി ഇവിടെ ഒരു ഇതാണ് കൗണ്ടർ. പിന്നെ അതേപോലെ പാക്കറ്റ് അവരുടെ ട്രഡീഷണൽ ടെന്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ലെബനോണിന്റെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഓരോ രാജ്യക്കാരുടെ സെർബിയ, പേർഷ്യൻ സെയിം നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ പോലെ തന്നെ ഓരോ രാജ്യക്കാരുടെയും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ് കോസ്റ്റ്യൂംസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആയിട്ടാണ് ഓരോ ചെറിയ ചെറിയ ഇങ്ങനെ ഷോപ്പുകൾ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയ ചെറിയ കോഫി ഷോപ്സും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. കാണാൻ നല്ല ഭംഗി തന്നെയാണ് ശരിക്കും. അതും വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഒരു ഇതാണ് കാണാനായിട്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പൊ അവരുടെ ഒരു സ്നാക്കാണ് ഇത്. സെർബിയയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഞങ്ങളപ്പോൾ കുറച്ച് മേടിച്ചു. അതിൽ നിന്ന് റൈസ് പൗഡർ ഇട്ട് നമ്മുടെ നുറുക്ക് പോലെ തന്നെ ഉണ്ട്, പക്ഷെ നല്ലൊരു ടേസ്റ്റ്. അവിടെ കാണുന്നത് വാട്ടർ ഫൗണ്ടെയിൻ നടക്കുവാണ്. മ്യൂസിക് ഉണ്ട് അതിൻ്റെ കൂടെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കോഫി ഷോപ്പും പിന്നെ അവിടെ ലേസർ ഷോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറി പോകണം. ചെറിയ ചെറിയ ഇനിയും ഷോപ്സുകളൊക്കെ ഉണ്ട്, സെയിം നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്. എല്ലാവരും മറ്റേ പിന്നെ മീൻ പിടിക്കുക ചായ പിന്നെ ഈ മലയോല കൊണ്ട് ബക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഓരോരോ കൈത്തൊഴിലുകൾ കാണിച്ചിരുന്നത്. ലേഡീസും ഉണ്ടായിരുന്നു, എല്ലാവരും വളരെ പുരാതനമായ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടല്ല ഇതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കാണുന്നതിന് നമുക്കൊരു എന്താ പറയാ നല്ലൊരു കൗതുകം. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ ഇവിടെ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അക്കൗണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
കുറച്ച് നടന്നപ്പോ തന്നെ നമ്മുടെ ഇഷ്ടമായിട്ടുള്ള ഒരു അറബിക് സ്വീറ്റ് ഡിഷ് ഉണ്ടായിരുന്നു, ലുക്കേമത്ത് എന്ന് പറയും. അതപ്പോ നമ്മള് ഈ ഗ്ലോബലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് സ്ഥിരം കഴിക്കുന്നതാണ് ദിവസം. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവിടെ ഇത് കണ്ടത് ഭയങ്കര ഹാപ്പി ആയി. പോയിട്ട് ഒരെണ്ണം മേടിച്ച് ഞങ്ങള്, അതുകൊണ്ട് ഞങ്ങളത് കഴിക്കാൻ പോവാണെന്ന്. പിന്നത്തെ ഇതിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൂട്ട്സിന്റെ കൗണ്ടറായിരുന്നു. ഇവര് നട്ട നാരങ്ങ, പിന്നെ ഓറഞ്ച്, അങ്ങനെ എല്ലാം ഭംഗിയുണ്ടായിരുന്നു. ചെറുതൈയിൽ തന്നെ നാരങ്ങ, ചെറിയൊരു കണ്ടലുണ്ടായിരുന്നു നെറ്റ് ഹൗസായിട്ട്. കുറെ ടൊമാറ്റോ സലാഡ് ലീവ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതേപോലെ തന്നെ അവരുടെ നഖം, ആട്, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കമ്പനിയിൽ. നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ റൈഡ്സും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോ നമ്മള് എക്സിറ്റിന്റെ അവിടെ എത്തി. പിന്നെ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ നല്ല തിരക്കുണ്ട് ഇപ്പൊ, കാരണം നമുക്ക് വേറെ എമിറേറ്റുകളിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അത് കാരണം തന്നെ നല്ല റഷ് ഉണ്ട് ഇവിടെ ഇപ്പൊ. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പൊ നല്ലതായിട്ട് റഷൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെലവഴിക്കുന്നത് എല്ലാവരും. ഞങ്ങളുടെ കറങ്ങലെല്ലാം ഞങ്ങളൊക്കെ തിരിച്ചു പോകുവാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതട്ടെ. അപ്പൊ അങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കരുതും. ഇതേപോലെ നല്ല നല്ല ബ്ലോഗ്സ് ഒക്കെ ഉണ്ട് നമ്മൾ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നല്ല നല്ല വരുന്ന